നിഷയുണ്ട് വിശദാംശങ്ങളുമായി. നിഷ, MSC എൽസ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഷിപ്പ് മാസ്റ്ററും ക്രൂവും അടക്കമുള്ളവരെയൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുമുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? റഹീം, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇപ്പോൾ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ MSC എൽസ 3 എന്ന കപ്പൽ കമ്പനി ആണ് ഒന്നാം പ്രതി, ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി. അങ്ങനെയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ ഈ MSC എൽസ 3 അറബിക്കടലിൽ തോട്ടപ്പള്ളി തീരത്തിനോടടുത്ത് മുങ്ങിയത് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ്. ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നു ഈ അപകടം നടന്നിട്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം അപകടവുമായി ബന്ധപ്പെട്ട് കേസിന് പോകണ്ട, ക്ലെയിം ചെയ്ത് നഷ്ടപരിഹാരം മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഇത് വലിയ രീതിയിൽ ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടാക്കിയ ഒരു അപകടമായിരുന്നു ഇത്. കാരണം ഇതിന് കേസ് എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടി വലിയ വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് 2 ആഴ്ച മുൻപ് നടന്ന MSC എൽസ 3 എന്ന കപ്പൽ അപകടം ഇപ്പോൾ കേസാക്കിയിരിക്കുന്നത്. ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും MSC എൽസ കമ്പനി ഒന്നാം പ്രതിയുമായിട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ആശങ്ക ഉണ്ടായ ഒരു സംഭവമായിരുന്നു MSC എൽസ 3 പുറംകടലിൽ തോട്ടപ്പള്ളി തീരത്തോടടുത്ത ഒരു പുറംകടലിൽ മുങ്ങിയ സംഭവം. ഇതിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ നിന്നുള്ള എണ്ണയും രാസപദാർത്ഥങ്ങളും അടക്കം ഇപ്പോഴും നീക്കം ചെയ്യാത്ത ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ MSC എൽസ 3യിൽ നിന്നുള്ള രാസവസ്തുക്കളും വിഷപദാർത്ഥങ്ങളും ഒപ്പം തന്നെ രാസമാലിന്യങ്ങളും അടക്കമുള്ളവ നീക്കം ചെയ്യണം എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നതുപോലും കഴിഞ്ഞ ദിവസം. ഇതിനായി മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം, അതായത് കേസ് എടുക്കേണ്ട, നഷ്ടപരിഹാരം മാത്രം മതി എന്ന സംസ്ഥാന സർക്കാർ നിലപാട് വലിയ വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കപ്പൽ കമ്പനി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, വലിയ സ്ഫോടക വസ്തുക്കൾ, അതായത് വായുവുമായും ഘർഷണമുണ്ടായാലോ ജലവുമായും ഒക്കെ കലരുമ്പോൾ വലിയ രീതിയിലുള്ള സ്ഫോടനമുണ്ടാകുന്ന വസ്തുക്കൾ കടലിൽ കൂടി കൊണ്ടുവന്നു, യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഈ കൊണ്ടുവന്ന വസ്തുക്കൾ എല്ലാം തന്നെ തീപിടിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് മനുഷ്യജീവനും കടലിലെ ജീവജാലങ്ങൾക്കും കടൽ ജലത്തിനും മത്സ്യസമ്പത്തിനും ഒക്കെ ഭീഷണി ഉയർത്തുന്ന ഇത്തരം രാസപദാർത്ഥങ്ങളും തീപിടിക്കുന്നതുമായ പദാർത്ഥങ്ങൾ യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുവന്നു. കപ്പലിലുണ്ടായിരുന്ന ആളുകൾ സ്വന്തം ജീവൻ, കപ്പൽ കമ്പനിക്കെതിരെയാണ്, കപ്പൽ കമ്പനി ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്രയ്ക്ക് സ്ഫോടനാത്മകമായ വസ്തുക്കൾ യാതൊരു സുരക്ഷയുമില്ലാതെ സ്വന്തം ജീവനും ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്കടക്കം ഹാനികരമാകുന്ന രീതിയിൽ യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുവന്നു. അത് കടലിലേക്ക് വീണു. ടാങ്കറുകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളടക്കം കടലിൽ കലർന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കമുണ്ടാകും. മത്സ്യസമ്പത്തിനെ ബാധിക്കും. കടൽ കൊണ്ട് ജീവിക്കുന്ന, നമുക്കറിയാം, തീരപ്രദേശങ്ങളിലുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കെല്ലാം തന്നെ വലിയ ആശങ്കയുളവാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടക്കം പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു സംഭവം വലിയ വിവാദമായതിനു പിന്നാലെയാണ് സർക്കാർ ഇത് കേസെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയതും. ഒപ്പം തന്നെ MSC എൽസ കപ്പൽ കമ്പനി നിരവധി ചരക്ക് നീക്കങ്ങളുള്ള ഒരു കപ്പലാണ്. ഈ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട എന്ന ഒരു നിലപാട് സർക്കാർ എത്തിയതിനു പിന്നാലെ വലിയ വിവാദമായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ നടപടി വിവാദമായതിന് പിന്നാലെ സർക്കാർ ഇപ്പോൾ കോസ്റ്റൽ പോലീസ്, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേന്ദ്രമാണ് ഈ വിഷയത്തിൽ കേസ് എടുക്കേണ്ടത് എന്നായിരുന്നല്ലോ അന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പോലീസിന് കേസ് എടുക്കാം അല്ലേ? അങ്ങനെ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കേസ് എടുക്കേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ തനിയെ എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു. ഈ MSC എൽസ 3യുമായി ബന്ധപ്പെട്ട അപകടത്തിൽ കേസിന് പോകേണ്ട, നഷ്ടപരിഹാരം ക്ലെയിം ചെയ്ത് നഷ്ടപരിഹാരം മാത്രം മതി എന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് ഒരു തീരുമാനമായിരുന്നു. പിന്നീട് അഡ്വക്കേറ്റ് ജനറലിനോടും ഒക്കെ തന്നെ ഉപദേശം തേടിയിരുന്നു. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും അടക്കം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് എടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയതും. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്
അല്പസമയം മുമ്പ് കേസെടുത്തതും തീരത്തു നിന്നും 20 നോട്ടിക്കൽ അകലെ ഉണ്ടായ അപകടമാണ്. ഇതിൽ കേസെടുക്കാൻ കോസ്റ്റൽ പോലീസിന് അധികാരമില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ആദ്യം സംസ്ഥാന സർക്കാർ ഉയർത്തിയിരുന്നത്. എന്തായാലും ഈ ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കേസെടുക്കേണ്ട എന്ന കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട, നഷ്ടപരിഹാരം മാത്രം മതി എന്നുള്ള നടപടി വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് MSc എൽസ 3 കഴിഞ്ഞ 24-ന് കേന്ദ്രമാണ് ഈ വിഷയത്തിൽ കേസ് എടുക്കേണ്ടത് എന്നായിരുന്നു മന്ത്രി വാസവൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഒടുവിൽ ഇപ്പോൾ MSc എൽസ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കോസ്റ്റൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ഷിപ്പ് മാസ്റ്റർ അടക്കം ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാർത്ത. നിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.